ജിക്കുവിനെതിരെ അന്ന് ഉയർന്ന ആരോപണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം മാത്രമായിരുന്നു. CPM എ സുരേഷിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ടാവും. ആ പുറത്താക്കിയിരിക്കുന്ന എ സുരേഷിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ സ്വീകരിച്ച് ആനയിച്ച് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. വെറും ഒരു ആരോപണത്തിൻ്റെ പേരിൽ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ജിക്കുമോനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല? എവിടെയെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് ജിക്കുമോനോട് തോന്നിയ ഒരു പേഴ്സണൽ ഇറിറ്റേഷൻ, ആ ഒരു പേഴ്സണൽ ഇറിറ്റേഷൻ്റെ പേരിലാണല്ലോ ഉമ്മൻചാണ്ടി വിദേശത്തായിരിക്കുന്ന സമയത്ത് ജിക്കുമോനെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തത്. ജിക്കുമോനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിചാരിച്ചിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകും. ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എ സുരേഷ് വീണ്ടും ഈ CPM എന്ന പാർട്ടിയെ ഒറ്റുകൊടുക്കുകയല്ല ചെയ്തേക്കുന്നത്, ചതിക്കുകയല്ല ചെയ്തേക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാനായിട്ട് കേരളത്തിലെ UDF സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ടോ? നമസ്കാരം. ഇപ്പോൾ CPM-ൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പുറത്താക്കിയ ആളുകളെ എല്ലാം കോൺഗ്രസ് പിടിച്ച് സ്ഥാനാർത്ഥിത്വം നൽകി സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ഒരാളായിട്ടുള്ള ജിക്കുമോൻ ജേക്കബിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നില്ല? ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേട്ടയാടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായി നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. എന്തുകൊണ്ടായിരിക്കും പരിഗണിക്കാതിരിക്കുന്നത്? ഈ ജിക്കുമോൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു സന്തത സഹചാരി എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു ജിക്കുമോൻ എന്ന് പറയുന്നത്. ജിക്കുവിനെതിരെ അന്ന് ഉയർന്ന ആരോപണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം മാത്രമായിരുന്നു. അന്ന് ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെത്തി ജിക്കുമോനെയാണ് കണ്ടത്. ആ ജിക്കുമോനെ കണ്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജിക്കുമോനെതിരെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. ജിക്കുമോനെ പിന്നീട് കോൺഗ്രസ്സുകാരും അടുപ്പിച്ചിട്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പാലക്കാട്ട് നിന്ന് എ സുരേഷിനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. CPM എ സുരേഷിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ടാവും. ആ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, CPM സർക്കാരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പാർട്ടി നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ പാർട്ടി നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നിട്ടുള്ള എ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ ആ എ സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലുമൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി അറിയിക്കേണ്ട ഉത്തരവാദിത്വം എ സുരേഷ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എ സുരേഷ് അറിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സുരേഷിൻ്റെ മേലുള്ള ഒരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയോട് കാണിച്ചിട്ടുള്ള ഒരു ചതിവാണ്. ആ ചതിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയെ ചതിക്കാനും പാർട്ടിക്ക് അത് വിഭാഗീയത വളർത്താൻ വേണ്ടിയിട്ടും എ സുരേഷ് ശ്രമിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷിനെ അന്ന് CPM ഇന്ന് പുറത്താക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സുരേഷിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട്. കാരണം അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം CPM-ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ എന്തോ ആയിരുന്നു. അതിനപ്പുറത്തേക്കുള്ളൊരു രാഷ്ട്രീയ പാരമ്പര്യമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും CPM അനുകൂല നിലപാടുകളുണ്ടായിരുന്ന ഒരു നല്ല സഖാവായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എ സുരേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നതാണ്. ആ പുറത്താക്കിയിരിക്കുന്ന എ സുരേഷിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ സ്വീകരിച്ച് ആനയിച്ച് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ എ സുരേഷിനെ മലമ്പുഴയിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്ന ആളുകൾ വെറും ഒരു ആരോപണത്തിൻ്റെ പേരിൽ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ജിക്കുമോനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നില്ല? എവിടെയെങ്കിലും. കാരണം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന വ്യക്തിയല്ലേ, ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നില്ലേ ജിക്കുമോൻ എന്ന് പറയുന്നത്. ആ ജിക്കുമോനെ ഒന്നിലും പ്രതി ചേർത്തിട്ടില്ലല്ലോ, വെറുതെ ജയിൽവാസം അനുഭവിച്ചു എന്നല്ലേ ഉള്ളൂ. ആരാണ് ജിക്കുമോനെ അറസ്റ്റ് ചെയ്തത്? മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ജിക്കുമോൻ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നോ? അറസ്റ്റ് ചെയ്യപ്പെടത്തില്ലായിരുന്നല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് ജിക്കുമോനോട് തോന്നിയ ഒരു പേഴ്സണൽ ഇറിറ്റേഷൻ, ആ ഒരു പേഴ്സണൽ ഇറിറ്റേഷൻ്റെ പേരിലാണല്ലോ ഉമ്മൻചാണ്ടി വിദേശത്തായിരിക്കുന്ന സമയത്ത് ജിക്കുമോനെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജിക്കുമോനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിചാരിച്ചിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടി വരും.
ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകും. ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ ജിക്കുമോനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയല്ലേ ജിക്കുമോൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ജിക്കുമോനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ സാധിക്കാത്ത കോൺഗ്രസ്സുകാരാണ് ഈ പറഞ്ഞ പാർട്ടിയെ വഞ്ചിച്ചതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള എ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വലിയ വിപ്ലവം വിളമ്പാൻ വേണ്ടിയിട്ട് വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? പുച്ഛമല്ലേ തോന്നത്തുള്ളൂ. അതല്ലാതെ എ സുരേഷിന് എന്ത് രാഷ്ട്രീയമാണെന്നുള്ളത്. എ സുരേഷിന്റെ രാഷ്ട്രീയം എന്താണ്? ഇദ്ദേഹം എന്താ വിദേശത്തായിരുന്നു കുറച്ചധികം നാളുകൾ. 2016 മുതൽ എ സുരേഷിനെ സംബന്ധിച്ച് എ സുരേഷിന് ഒരു മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയി. വിദേശത്ത് പോയിട്ട് അത്യാവശ്യം പണമൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയുള്ള കാലം ജനസേവനത്തിനായിട്ട് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അതിനപ്പുറത്തുള്ള എന്ത് രാഷ്ട്രീയമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുക? കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലമ്പുഴയിൽ അദ്ദേഹത്തിന് പരിചയങ്ങളുണ്ടാവാം. അതുകൂടാതെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ, പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ഒരാളെ മലമ്പുഴയിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് ഉണ്ടാവുന്നൊരു രാഷ്ട്രീയ നേട്ടമുണ്ട്. ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എ സുരേഷ് വീണ്ടും ഈ CPM എന്ന പാർട്ടിയെ ഒറ്റുകൊടുക്കുകയല്ല ചെയ്തേക്കുന്നത്, ചതിക്കുകയല്ല ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ എ സുരേഷ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി, CPMന്റെ വെറും ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആക്കുന്നു. ഇത്രയും ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വെറും ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന എ സുരേഷിനെ ഏതെങ്കിലും മാധ്യമങ്ങൾ അറിയുമായിരുന്നോ? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള എ സുരേഷിനെയാണ് മാധ്യമങ്ങൾ അറിയുന്നത്. കാരണം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതാരാണ്? അത് പാർട്ടിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പാർട്ടിയെ ചതിക്കുന്ന സാഹചര്യം ആദ്യം തന്നെ ഉണ്ടായി. അതായത് ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നറിഞ്ഞിട്ടും അത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന ആദ്യത്തെ ചതി. രണ്ടാമത്തെ ചതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും UDFന് അല്ലെങ്കിൽ എതിർ മുന്നണിയിൽപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമല്ല എ സുരേഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ കണ്ട് എ സുരേഷിന് പറയാനായിട്ട് എന്ത് രാഷ്ട്രീയ നിലപാടുകളാണുള്ളത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് എന്ന് പാർട്ടി എന്നോട് വ്യക്തമാക്കണമെന്ന്. ഏതൊക്കെയായാലും CPMൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് കൃത്യമായിട്ട് എന്താണ് കാരണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. കാരണം CPMൽ നിന്ന് ഇതുപോലുള്ള ഒരാളെ പുറത്താക്കുന്ന സമയത്ത് സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നടക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു വർഗ്ഗവഞ്ചകൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും CPMനകത്തൊരു വർഗ്ഗവഞ്ചകനായിരുന്നു ഈ എ സുരേഷ് എന്ന് പറയുന്നയാൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ എ സുരേഷിനോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്ന കോൺഗ്രസ്സുകാരും UDFകാരും ഒക്കെ ഈ ജിക്കുമോനെ കൂടെ ഒന്ന് സ്മരിക്കണ്ടേ? കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്? പാവം പിടിച്ച ജിക്കുമോൻ ഇപ്പോൾ എവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജിക്കുമോൻ ഇപ്പോൾ കറുകച്ചാലിൽ ഒരു ചെരുപ്പ് കട എന്തോ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയാലും ജിക്കുമോനോട് കോൺഗ്രസ്സുകാർ കാണിച്ചിരിക്കുന്ന ക്രൂരതയല്ലേ, കൊടും ക്രൂരതയല്ലേ? അതായത് ഉമ്മൻചാണ്ടിയോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സംഘവും നടപ്പിലാക്കിയ നാടകത്തിലെ ഒരു നടനായിട്ട് മാറിയില്ലേ ഈ ജിക്കുമോൻ എന്ന് പറയുന്നത്? ആ ജിക്കുമോനും വേണ്ട നീതി, അതോ എ സുരേഷിന് മാത്രം കോൺഗ്രസ്സുകാർ നീതി കൊടുത്താൽ മതിയോ? എ സുരേഷിനെ കുറിച്ച് പറയുന്നത് എന്താണ്? VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എ സുരേഷ് ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഉപേക്ഷിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. വലിയ സ്വീകാര്യത കിട്ടുന്ന കാര്യമൊക്കെയാണ് എന്നാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ജനം തീരുമാനിക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ എ സുരേഷിന് നീതി ഈ UDFകാർ നൽകുന്ന സമയത്ത്, കോൺഗ്രസ്സുകാർ നൽകുന്ന സമയത്ത് ജിക്കുമോൻ ചെയ്ത തെറ്റെന്താണെന്നേ, ജിക്കുമോൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇവിടെ വ്യക്തമാക്കണം. ജിക്കുമോനെ അറസ്റ്റ് ചെയ്തു, ജിക്കുമോൻ ജയിലിൽ കിടന്നു. പക്ഷെ ജിക്കുമോൻ എന്തുകൊണ്ടാണ് പ്രതിപട്ടികയിൽ വരാത്തത്? ജിക്കുമോൻ പ്രതിപട്ടികയിൽ ഒന്നുമില്ല, ജോപ്പൻ പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജോപ്പനെ കുറിച്ച് സംസാരിക്കാത്തത്. പക്ഷെ ജിക്കുമോൻ പ്രതിപട്ടികയിൽ വരാത്ത ജിക്കുമോന് നീതി വേണ്ടേ? എന്താ കോൺഗ്രസ്സുകാർ ചിന്തിക്കാത്തതിനെ കുറിച്ച്? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ള ഒരു മിനിമം പരിപാടിയിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF താഴ്ന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ UDF സംവിധാനം കേരളത്തിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തത്. എന്തുകൊണ്ടാണെന്ന് UDF കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയതിന് ശേഷം അതിൻ്റെ വിഹിതം കിട്ടാത്തതിൻ്റെ പേരിൽ സർക്കാർ കുറേ നാളുകളായിട്ട് കിടന്ന് മുറവിളി കൂട്ടുകയല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാനായിട്ട് കേരളത്തിലെ UDF സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനുശേഷം വികസനം ചർച്ചയാകാൻ പാടില്ല,
ഇതുപോലെ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകൾ കോൺഗ്രസിൽ ചേരുന്നത് മാത്രമായിരിക്കണം എല്ലാ ദിവസത്തെയും വാർത്ത എന്ന് സുനിൽ കനകലു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് വരേണ്ട വാർത്ത എന്തായിരിക്കണം? ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശബരിമലയുടെ അവസ്ഥ എന്താണ്? ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ഏജന്റാണ്? അത് UDF-ന്റെ ഏജന്റാണ് എന്നുള്ള രീതിയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ CPM-ൽ നിന്ന് പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ഈ സുരേഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ UDF-ലേക്ക് സ്വീകരിക്കുന്നു. അതിനുശേഷം മലമ്പുഴയിൽ സീറ്റ് നൽകുന്നു. മലമ്പുഴയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുടെയൊക്കെ അവസരം കോൺഗ്രസിനകത്ത് നഷ്ടപ്പെടുന്നു. അവർ കോൺഗ്രസിന് എതിരായിട്ട് മാറുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ ഈ മത്സരം നടക്കുന്ന സമയത്ത് BJP-യിൽ നിന്ന് കൃഷ്ണകുമാർ ആയിരിക്കും മത്സരിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് മലമ്പുഴ മണ്ഡലത്തിലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, അവിടെയും മത്സരം LDF-ഉം BJP-യും തമ്മിലായിരിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥി മലമ്പുഴയിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് കോൺഗ്രസ്സുകാരോട് പറയാം, CPM-നകത്തു നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരു വർഗവഞ്ചകൻ തന്നെയാണ് സുരേഷ് എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷിന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഒരു പാവം പിടിച്ച ജിക്കുമോൻ, നീതി നിഷേധിക്കപ്പെട്ട കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ രക്തസാക്ഷിയായിട്ടുള്ള ഈ ജിക്കുമോൻ കൂടി എവിടെയെങ്കിലും ഒരു സീറ്റ് നൽകി അദ്ദേഹത്തെ കൂടി സഹായിക്കണം. അതല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു BJP-ക്കാരൻ വന്നിട്ട് ജിക്കുമോൻ ഒരു സീറ്റ് വാഗ്ദാനം നൽകി അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഏൽക്കുന്ന ഒരു അടിയായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.